അസ്സലാമു അലൈക്കും. സാബിത്താൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് സാബിത്ത പറയാൻ വേണ്ടി വന്നത്, അത് നിങ്ങൾ ഹെഡിങ്ങൾ കണ്ടതുപോലെ തന്നെ സുന്നത്ത് കല്യാണത്തിൻ്റെ, അതായത് മാർക്കം ചെയ്യൽ, അതായത് വേറെന്തിനു പറയൽ, കേലാചർമ്മ ചേലാകർമ്മം ചേലാകർമ്മം ഇതൊക്കെ എല്ലാം ഒന്നാണ്. നമ്മളെ പണ്ടെല്ലാം മാർക്കം ചെയ്യൽ തന്നെ പറയല്. ആ വിഷയം പറയാനാണ്. കാരണം വെച്ചാൽ ഇപ്പം അത് പറയാൻ വേണ്ടി വരാൻ കാരണം, മറ്റുള്ള ചില ചാനലുകളിൽ ഞാൻ കണ്ടു. പിന്നെ ചില ചാനൽ മാത്രമല്ല, നമ്മളെ ജാമിദ ടീച്ചറെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെ ഈ സുന്നത്ത് കല്യാണത്തിനെ പറ്റിയിട്ട് അതും ഇതൊക്കെ പറയുന്നതും, പിന്നെ ചില ആൾക്കാർക്ക് മനസ്സിലാവാത്തതുമായ ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ അത് പിന്നെ കുട്ടികളോട് ചെയ്യുന്നൊരു ക്രൂരതയാണ്. പിന്നെ അതിങ്ങനെ അപ്പാടങ്ങ് മുറിച്ചാടിക്കളയുന്നുണ്ട്. അത് വല്ലാത്ത കടുപ്പമാണ്. അതെന്തിനാണ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ കുറേ വിവാദങ്ങളൊക്കെ കണ്ടിരുന്നു. ഞാൻ ചാനലുകളിൽ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുള്ള കുറച്ച് മറുപടി ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത്. ഈ ചേലാകർമ്മം എന്നെല്ലാം ഇപ്പം കേൾക്കുന്ന വാക്കാണ്. പണ്ടേ ഞങ്ങൾ പിന്നെ മാർക്കഞ്ചേരി കേട്ടിട്ടുള്ളൂ. പിന്നെ സുന്നത്ത് കല്യാണം ഒന്നും കേൾക്കലുണ്ട്. ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറഞ്ഞ നാളുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് തന്നെ. നമുക്ക് അത്രയും അറിഞ്ഞുകൂടും. അപ്പം ഇത് അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്തിനാണ് ഈ സുന്നത്ത് കല്യാണം, എന്തിനാണ് ഈ മാർക്കം ചെയ്യുന്നത്, എന്തിനാണ് ഈ ചേലാകർമ്മം ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്. അതൊരു പീഡനമല്ല മക്കളെ. അതൊരു കുട്ടികളോട് ചെയ്യുന്ന ഒരു ക്രൂരതയോ പീഡനമോ ഒന്നുമല്ല. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചില ആൾക്കാർക്ക്, മുസ്ലിങ്ങൾക്ക് തന്നെ അറിയാത്തതുണ്ട്. അത് ഞാൻ പറയാൻ വേണ്ടി വരുന്നതാണ്. അതായത് നമുക്ക് അല്ലാഹുത്താല എന്തിനും വൃത്തിയാണല്ലോ പറഞ്ഞത്. ഈമാനിൽ പകുതി വൃത്തിയാ, ഈമാനിൽ പകുതി സബൂറും വൃത്തിയുമാണ്. മനസ്സിലായോ? അതേപോലെ വൃത്തി വേണം. നമുക്ക് ഈ ജനാബത്ത് കുളിക്കാൻ അല്ലാഹുത്താല പറഞ്ഞെന്തിനാ? അത് അറിഞ്ഞൂടാ. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണോ ജനാബത്ത് കുളി എന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണണം. അതുപോലെ നിഫാസ് കുളി എന്താണ്, പ്രസവിച്ചിട്ടുള്ള കുളിക്ക് എന്താണ് ചെല്ലേണ്ടത്, നിയത്ത് വെക്കേണ്ടതെന്ന് അറിഞ്ഞൂടാത്തവരുണ്ട്. അതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ പോയിട്ട് കാണുക. അത് ഇപ്പോൾ ഇതിൽ കൂട്ടിച്ചേർത്താൻ പറ്റൂല, കുറേ നീളത്തിലായിപ്പോ. അതെല്ലാം നിങ്ങൾ പോയിട്ട് കാണുക. അപ്പം ഈ ജനാബത്ത് കുളിയും നിഫാസ് എന്ന കുളിയും ഒക്കെ നമുക്ക് പറഞ്ഞതിനാന്ന് വൃത്തിയാവാൻ വേണ്ടിയാണ്. ഈ ജനാബത്ത് കുളി നമുക്ക് അല്ലാഹുത്താല അങ്ങനെ ഒരു കുളി പറഞ്ഞില്ലെങ്കിൽ, ഈ ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞാലുള്ള പിന്നെ ഈ സംയോഗം ചെയ്യലിനാണ് ജനാബത്ത് കുളി എന്ന്, സംയോഗം ചെയ്തിട്ടുള്ള കുളിക്കാണ് ജനാബത്ത് കുളി എന്ന് പറയുന്നത്. അറിഞ്ഞൂടാത്ത കുട്ടികളുണ്ട്. ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപാട് പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ അറിഞ്ഞൂടാത്തുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ അത് കുളിക്കാൻ പറയുന്നത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ആ സമയങ്ങളിൽ പിന്നെ വൃത്തി കുറയും. അത് വൃത്തിയാക്കാൻ വേണ്ടിയാണ് അല്ലാഹു താല മുത്ത് നബി നമുക്കത് കൽപ്പിച്ചത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ മാർക്കം ചെയ്യൽ. ഈ മാർക്കം ചെയ്യൽ എന്ന് പറഞ്ഞ സംഭവം, പിന്നെ ഈ ചെറിയ കുട്ടികളെ നിങ്ങൾ കാണലില്ലേ? അവർ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ആ തൊലിൻ്റെ താഴെയുള്ള തൊലി ഭാഗത്ത് മൂത്രം തങ്ങി നിൽക്കും അല്ലേ? ആ ചില കുട്ടികൾക്ക് മൂത്രം തങ്ങി നിന്ന് പഴുപ്പായിട്ട് അത് ഹിന്ദുക്കൾക്കും സുന്നത്ത് ചെയ്യുന്നതുണ്ട്. അതവിടെ പഴുപ്പ് കൂടും. എന്തുകൊണ്ടാണ് പഴുപ്പ് കൂടുന്നത്? അവിടെ ആ മൂത്രം ഒഴിച്ച് ആ ബാക്കി ആ താഴെ ഈ പിന്നെ ചേലാക്രമം ചെയ്യുന്നതിൻ്റെ ഈ താഴ പിന്നെ പൂപ്പ് കെട്ടും. ഈ മൂത്രം തങ്ങി നിൽക്കുമ്പോൾ അവിടെ പൂപ്പ് കെട്ടും. അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ചെറിയെന്ന് പറഞ്ഞാൽ 3-4 വയസ്സായ കുട്ടികളെ ആ തൊലി ഒന്ന് നീക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പൂപ്പ്, വെള്ളപ്പൂപ്പുണ്ട്. അതിന് വല്ലാത്ത സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം അവിടെ മൂത്രം തങ്ങി നിന്നാൽ നമുക്ക് നിസ്കാരത്തിൽ നമുക്ക് നജസ്സുകൾ ആവും. അതുകൊണ്ടാണ് പടച്ചോൻ ചേലാക്രമം ചെയ്യണം എന്ന് പറഞ്ഞതും, സുന്നത്താണെങ്കിലും മാർക്കം ചെയ്യലാണെങ്കിലും അത് അല്ലാഹുത്താൽ നിർബന്ധമാക്കിയത് എന്തിനാണെന്നറിയാം? ആ മൂത്രത്തിൽ, അതിപ്പം കുട്ടികളെ, വലിയവരാണെങ്കിൽ പിന്നെ പറയുകയും ചെയ്യണ്ടല്ലോ. നാറ്റവും അതിൻ്റെ ചൊറിച്ചല്, നിസ്കാരത്തിൽ വൃത്തി മാത്രമല്ല, അവിടെ ചൊറിച്ചല് വരും, ഇൻഫെക്ഷൻ വരും. ബാക്കി നിങ്ങൾ തിരുത്തിക്കോളെ.
അതെല്ലാം വരും. അതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇടങ്ങാറാണ്. പല കുട്ടികൾക്കും ഇപ്പോഴും ആ പെട്ടെന്ന് സുന്നത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ ആ പൂപ്പ് കെട്ടി പഴുപ്പ് വന്ന് അങ്ങനെ പെട്ടെന്ന് സുന്നത്ത്, ഹിന്ദുക്കൾക്കും സുന്നത്ത് ചെയ്യുന്നുണ്ട് ഒരുപാട്. പണ്ടേ അതുണ്ട്. ഞങ്ങളെ തറവാടിൻ്റെ അങ്ങോട്ടുള്ള ആൾക്കാർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ ആ പൂപ്പ് കെട്ടുമ്പം പഴുപ്പ് വരും. പഴുപ്പ് വന്നു കഴിഞ്ഞാൽ മറ്റേ അണുക്കൾ പലതും വരും, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സുന്നത്ത് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അല്ലാതെ കുട്ടികളെ ഇതെന്തെന്നാണ് നിങ്ങളെ മതത്തിൽ പറയുന്നത്, ഇങ്ങനെ ചെറിയ മക്കളോട് ക്രൂരത ചെയ്യുന്നത്, അത് അപ്പാടങ്ങ് മുറിച്ച് ചാടിക്കളന്ന് എന്തോ ഒരു വേദനയായിരിക്കും. അതിപ്പോ ഒരു ഓപ്പറേഷൻ വന്നാൽ ചെയ്യുന്നില്ലേ നമ്മള്. കുട്ടികളെ മൊത്തം മയക്കൊന്നുമില്ല. ഞങ്ങളെ വീട്ടില് ഇനി 2 ആളെ ബാക്കിയിട്ട് 3 ആളെ ചെയ്തിട്ട് കുഞ്ഞുമക്കളതും. പിന്നെ അത് മയക്കൊന്നുമില്ല. അത് പിന്നെ അവരെ പിന്നെ കാലിൻ്റെ അവിടെ പിന്നെ കുറേൻ്റെ അടുത്തൊരു ഇഞ്ചക്ഷൻ വെക്കും, ധരിപ്പിക്കും, മൊത്തം ധരിക്കും, അവരൊന്നും അറിയൂല. പിന്നെ അവർക്ക് പിന്നെ ഒരു വേദന എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തരിപ്പെല്ലാം പോകുമുണ്ടാകും. അത് പിന്നെ മരുന്ന് കൊടുത്തിട്ടും നമ്മളിപ്പോൾ ഒരു ജലദോഷം കഫക്കെട്ടെല്ലാം കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ അവിടെ ഇഞ്ചക്ഷൻ വെക്കുന്നില്ല. മക്കൾക്ക് വേദനയാന്നില്ലേ, ഇവിടെ കുത്തി 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 കയറാൻ അല്ലെങ്കിൽ അപ്പുറത്തെ കൈക്ക് കുത്തുന്നു, ആടെ കിട്ടിക്കില്ലേ കാലിന് കുത്തുന്നു കുഞ്ഞുമക്കൾക്ക്. അതൊരു ചെറിയൊരു സംഭവം തന്നെയാണ്. അത് നമ്മളത് പിന്നെ അത്ര പോലും ഇതിനുണ്ടാവില്ല. കാരണം വെച്ചാൽ അതിനുള്ള മരുന്നും നല്ല നല്ല ഡോക്ടറെ തന്നെ പോയി ചെയ്യണം. അവിടെയും ഇവിടെയുള്ള ചെറിയ ഡോക്ടറെ അടുത്തൊന്നും ചെയ്യാറ് പിന്നെ അത് ബുദ്ധിമുട്ടാണ്. നല്ല ഡോക്ടറെ നോക്കിയിട്ട് നിങ്ങൾ സുന്നത്ത് ചെയ്യാൻ വേണ്ടി പോകണം. കുട്ടിയെ കൊട്ടും വേദന ആകൂല. ചെയ്ത് കഴിഞ്ഞാലും വേദനേൻ്റെ നല്ല നല്ല മരുന്നുകൾ കൊടുക്കും, ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും. അപ്പം അത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞത്. എല്ലാം നമ്മളെ വൃത്തിക്ക് അല്ലാഹുത്താല നമുക്ക് എല്ലാ സംഗതിയും കൽപ്പിച്ചത് നമ്മളെ ദുനിയാവിൽ നമുക്ക് ഇവിടെ നമുക്ക് സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട്. വൃത്തിയായാലും നല്ല ജീവിതമാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ആകാൻ വേണ്ടിയാണ് നമുക്ക് അല്ലാഹുത്താല എല്ലാം പറഞ്ഞു തന്നത്. പെണ്ണെ ഇനി അങ്ങനെ പുറത്തു പോകല്ല, ഇങ്ങനെ അണിഞ്ഞൊരുങ്ങല്ല എന്ന് പറഞ്ഞെന്തിനാ? ഒത്തിരി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞാൽ നരകത്തിലിട്ട് കത്തിക്കാന അല്ല. നമ്മൾ അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇന്നത്തെ പിന്നെ വിചാരം എന്താണ്, പിടിച്ചു പറയും എന്താണ്, കുഞ്ഞു മക്കളെ വരെ പിച്ചിച്ചിരുന്ന കാലഘട്ടമല്ലേ. അപ്പം പുറത്തിറങ്ങി പോയാൽ അവരെ സൗന്ദര്യം കണ്ടിട്ടും പിന്നെ ഒരു പെണ്ണിന്റെ കൂറ്റ് പോലും പുറത്ത് കേൾക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അല്ലാഹുത്താല അങ്ങനെ ചെയ്യരുത്, ആക്കരി പിടിക്കരുത് പറഞ്ഞു തന്നത് എന്തിനാണ് ദുനിയാവിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം. മുത്തു നബി അങ്ങനെ പല കണ്ടീഷനുകളും വെച്ചില്ലെങ്കിൽ പെണ്ണായ ഞമ്മക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ മക്കളെ? ഇല്ല. ഇനി പുറത്തിറങ്ങിയാലോ നമ്മള് എന്തിനെല്ലാം അകപ്പെട്ടു പോകും നിങ്ങൾ വിചാരിക്കുന്നേ? ഇനി അല്ലാഹുത്താല അങ്ങനെ വ്യഭിചാരം വരെ പാടില്ല, ഹറാമാണ്, കുറ്റമാണ്, ഈ ചീഞ്ഞളിഞ്ഞ് നാറും വിഭജിച്ചാൽ എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നമ്മളെ ഭർത്താക്കന്മാർ നമ്മളെ തന്നെ സ്നേഹിച്ച് ഒത്തിരിക്കോ? ഇനി പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ തന്നെ സ്നേഹിച്ച് ഒത്തിരിക്കുക. അങ്ങനെ ഒരു വ്യഭിചാരം അള്ളാഹു പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ നോക്കി നോക്ക് എന്തെല്ലാം കണ്ടീഷനുകൾ അമ്മക്ക് അല്ലാഹുത്താല വെച്ച് തന്നത്. ഓരോ നിമിഷവും എനിക്ക് മുത്തുനബീനെ അള്ളാഹുവിനെ ഓർമ്മ വരും. എന്തിന്? ഇത്രയും കണ്ടീഷൻ അള്ളാഹു വെച്ചില്ലെങ്കിൽ, കടം കൊടുത്താൽ അത് തിരിച്ചു തന്നില്ലെങ്കിൽ നരകം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് മയ്യത്ത് പൊന്തൂല, കടം തീർച്ചയായിട്ടും കൊടുക്കണം എന്നൊക്കെ പല കണ്ടീഷൻ അള്ളാഹു വെച്ചില്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക. 5 ലക്ഷം 10 ലക്ഷം എല്ലാം തൽക്കാലം നമ്മൾ വായ്പ കൊടുക്കൂല. അത് ചെറിയ പൈസ ഉള്ളത് ചെറിയ പൈസ. ഞാനെല്ലാം ഒരുപാട് പൊന്നും പൈസയും കൊടുത്തേക്ക് വായ്പ തിരിച്ചു കിട്ടാത്ത ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ഹലാലും ഹറാമും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ തിരിച്ചു കൊടുക്കുമായിരുന്നെങ്കിലും. അല്ലാഹുത്താല അത്രയും കണ്ടീഷൻ വെച്ചത് എന്തിനാ? ഞമ്മക്ക് ഇവിടെ സുരക്ഷിതമായി നടക്കണം. പിന്നെ അള്ളാഹുവിനെയും മുത്തുനബീനെയും നമ്മൾ ഓർമ്മിച്ചാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും പണം കിട്ടും. മാത്രമല്ല ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ ചെയ്യും. ആകാശത്താരാളുള്ളത് നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹു അല്ലേ? അള്ളാഹു തൂണിലും തുരുമ്പിലും ഉണ്ട്, എന്നാലും ദുആ ചെയ്യും അള്ളാഹു എന്നല്ല മേലെയുള്ളതെന്ന് നമ്മൾ ദുആ ചെയ്യാ അല്ലേ? അപ്പം ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ തന്നെ സ്വർഗ. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ തന്നെ സ്വർഗ. അല്ലാണ്ട് നിങ്ങൾ കുറേ ദസ്ബിയ കൈമ ചുറ്റി നടന്ന് സുബ്ഹാനല്ലാഹ് എല്ലാവരും കാണാ സുബ്ഹാനല്ലാഹ് ദസ്ബിയമാല, അല്ലെങ്കിൽ 24 മണിക്കൂർ നിസ്കരിച്ച്, അല്ലെങ്കിൽ വെള്ളയും ഇട്ട്, അല്ലെങ്കിൽ നിസ്കാരക്കൊപ്പായിട്ട്, അതല്ല. അത് ചെയ്യേണ്ടെന്നല്ല, നിർബന്ധം ചെയ്യണം. പക്ഷേ നമ്മൾ അല്ലാഹു തആല നോക്കാൻ കൽബ കേട്ടോ.
അത്രയും കണ്ടീഷൻ അള്ളാഹു മുത്തുനബിയും പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ലോകം കൂട്ടിച്ചോറല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിധ നിങ്ങൾ നോക്കണ്ട. ആരാരാ കക്കരുതേ, ആരാൻ എടുക്കരുതെന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക്. അതുകൊണ്ട് മക്കൾ, ഈ ചേലാക്രമത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ആരും ഒരു വിവാദം ഉണ്ടാക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, ചില ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ വരുന്നത്. ഈ ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ അത് വൃത്തിയാണ്. അതൊരു രോഗം വരാതിരിക്കാനുള്ള ഒരു കാരണങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ആ ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കിയൊക്കെ കാണാം, തൊലി ഒന്ന് നീക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പൂപ്പ് പിടിച്ചിട്ട് വല്ലാത്ത സ്മെല്ലും ആയിരിക്കും. അപ്പൊ അത് വലിയവരായാലോ ആ തൊലി അവിടെ ഉള്ളിടത്തോളം കാലം മൂത്രം അവിടെ തങ്ങി നിൽക്കും. അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ തൊലി അവിടെ ഉള്ള ആളത്തോളം അതും ഇത് നിൽക്കും. അന്നേരം ചോദിക്കും നിങ്ങൾക്ക് അന്ന് ആമൂസിലിങ്ങൾക്ക് എന്താ എല്ലാം ചെയ്തില്ല, ഒലിക്ക് എന്താ രോഗമുണ്ടോ? പക്ഷെ രോഗത്തിനാക്കട്ടപ്പുറം അതൊരു നെജസ. ഞങ്ങളെ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരിക്കുമ്പോൾ അതൊരു മലക്കുകൾ എടുക്കൂല. ആ ശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക നടന്നില്ല. അപ്പം അതൊരു സ്മെല്ലാണ്. അതൊരു മൂത്രം. നമ്മൾ ആൺകുട്ടികളെല്ലാം മൂത്രം വെച്ചിട്ട് കഴുകാണ്ട് വന്നാൽ അവരെ ട്രൗസർ വരെ മൂത്രത്തിൻ്റെ ഗന്ധം വരുന്നില്ല. അതുപോലെ നമ്മൾ കഴുകിയാലും നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്കത് വൃത്തികേടാണ്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞങ്ങളെ മതത്തിൽ അങ്ങനെ ഒരാളെ ആക്രമിക്കാനോ കുഞ്ഞുമക്കളെ വേദനിപ്പിക്കാനോ മുറിച്ച് കളയണം എന്നുള്ളത് നിങ്ങൾ പറയും പോലെ ഒന്നുമല്ല. ഒരുപാട് നിബന്ധനകളും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ ഇസ്ലാമിൽ. ഞങ്ങളെന്ന് പറഞ്ഞാലല്ല, ഞങ്ങളെപ്പോലത്തോട് മാത്രമല്ല, മൊത്തത്തിൽ പറയാം. ഞങ്ങളെപ്പോലത്തോട് എല്ലാവരും തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് അത് നല്ല അശുദ്ധി, അത് നല്ല വൃത്തിയും നല്ല ഇതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കുക. ഞങ്ങൾ അങ്ങനെ ക്രൂരത ചെയ്യുന്ന ക്രൂരത ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച മതമൊന്നുമല്ല. മുത്തുനബിയോ അങ്ങനെയൊന്നും പറഞ്ഞിക്കൊന്നുമില്ല. എല്ലാം ഞമ്മക്ക് വേണ്ടിയിട്ടാണ്. പെണ്ണെ ഇനി അങ്ങനെ പോകല്ല, ഇങ്ങനെ പോകല്ല, എല്ലാം കൊണ്ട് ആണുങ്ങളോട് എന്തെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മളെ ഭൂമിയിൽ ഞമ്മക്ക് ഇവിടെ ദുനിയാവിൽ ഞമ്മക്ക് സുരക്ഷിതമായിട്ട് പോകണം. പാവങ്ങളെ കാണുക, കണ്ടറിയുക, സഹായിക്കുക, കൊടുക്കുക, കരുണ ചൊരിയുക. ഒരാളെ ഈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. കണ്ണുകൊണ്ട് മറ്റുള്ള ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും അത് വേറൊരാളോട് ചെന്ന് പറയരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു നല്ല വ്യക്തിയായിട്ട് നിങ്ങൾ നടന്നാൽ തന്നെ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് തസ്ബീഹ് കൈമ ചൊല്ലി ഒരുപാട് ഇട്ട് ചൊല്ലി നടന്നിട്ടൊന്നല്ല. നിങ്ങൾ ചെല്ലിക്കോ ചെല്ലാണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ അല്ലാഹു തആല അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യരുത്. ഇപ്പം എന്ന് പറഞ്ഞാൽ തസ്ബീഹ് കൈമ പിടിക്കല് എല്ലാവരും കാണണം, മക്കൻ്റെ അടുത്തത് കാണണം, കണ്ണ് കെട്ടിയിട്ട് എല്ലാവരെയും കാണണം. കണ്ണ് കെട്ടിയുള്ള സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. കണ്ണ് കെട്ടി നടക്കുന്ന സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ഞാൻ മടുവൂരിൽ പോയിട്ട് 1-2 ആളെന്നോട് ചെയ്തതും എല്ലാത്തും നമുക്കറിയാലോ. ഓല മക്കളെങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം കണ്ണ് കെട്ടലിനും മുഖം കെട്ടലിൻ്റെ അകത്തും ഒന്നുമല്ല മക്കളെ. തസ്ബീഹ് കൈമപ്പിക്കലൊന്നുമല്ല. നമ്മൾ ഖൽബാണ്. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ ചെയ്യും. ആകാശത്താരുള്ള അള്ളയല്ലേ? അള്ള എല്ലാടി ഉണ്ട്. ഇനിയിപ്പോൾ അതിനൊക്കെ പറഞ്ഞു തരണ്ട, നമുക്ക് നല്ലോണം അറിയാം. ഓക്കെ മക്കൾ, അതുകൊണ്ട് സുന്നത്ത് ചെയ്യുന്നത് ഈ കാര്യത്തിനാണ്. അതൊരു ശുദ്ധിക്ക് വേണ്ടിയാണ്. അതൊരു രോഗം വരാതിരിക്കാനുള്ളൊരു കാരണമാണ്. എല്ലാമാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ മക്കളെ, ബൈ.